നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ പാഠമായ അവ്വലുമൻ ആമനമിനൽ അത്ഫാൽ, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആണ് പാഠം നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പാഠം ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു സഹാബിയും ജലീലുൻ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മഹാനായ ഒരു സഹാബിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടതും വിശ്വസിച്ചതും അദ്ദേഹത്തോടൊപ്പം ജീവിച്ചവരെയുമാണ് സഹാബികൾ എന്ന് പറയുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവരിൽ ഏറ്റവും ശ്രേഷ്ഠരിൽ ഒരാളാണ്. ഹുവ റാബിയുൽ ഹുലഫാഹിർ റാഷിദീൻ. അദ്ദേഹം സന്മാർഗദർശികളായ 4 ഖലീഫമാരിൽ 4-മനാണ്. അബൂ താലിബുൻ അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ താലിബ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായിരുന്നു. അതായത് അബൂ താലിബ് ആരായിരുന്നു? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ ആയിരുന്നു. അതായത് അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവായിരുന്നു. വ ഉമ്മുഹു ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. വസൗജതഹു ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമത്തുൽ സഹ്റ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഫാത്തിമത്തുൽ സഹ്റ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളാണ്. ഹിയ ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസയ്യിദഹു നിസാഇ അഹ്ലിൽ ജന്ന. അവർ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളും സ്വർഗവാസികളായ സ്ത്രീകളുടെ നേതാവുമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് ഉള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ, ഉപ്പ, ഭാര്യ അവരെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വ അബ്നാഹുമ അൽ ഹസനു വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന. അവരുടെ 2 മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർ സ്വർഗവാസികളായ യുവാക്കളുടെ നേതാക്കളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ വഹുവ അഹദൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹം സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട 10 സഹാബികളിൽ ഒരാളുമാണ്. അതായത് അലി റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുട്ടികളിൽ ആദ്യം വിശ്വസിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ സ്വർഗം ലഭിക്കുന്നതെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച 10 മഹാന്മാരിൽ ഒരാളുമാണ് അലി ഇബ്നു അബി താലിബ്. നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ജുംലത്തുൽ ഇസ്മിയ എന്നതിനെ കുറിച്ചിട്ടാണ്. എന്താണ് ജുംലത്തുൽ ഇസ്മിയ? ഇവിടെ നമുക്ക് ഇപ്പുറത്തെ പേജിൽ 4 ജുംലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പറയാം എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളത്. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട്, അതായത് നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിനാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്യം ആവണം, അല്ലെ ഒരു സെൻറ്റൻസ് ആവണമെങ്കിൽ ഒരു 2-3 വാക്കുകൾ ചേർന്നതാണല്ലോ നമ്മൾ വാക്യങ്ങളാവുക. അപ്പോൾ അതിൽ തന്നെ ആ വാക്യം കൊണ്ട് തുടങ്ങുന്നതിനെയാണ് ഇസ്മുൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പുറത്തെ പേജ് നോക്കുക. നഖ്റഉ വനഫ്ഹമുൽ ജുംലത്തുൽ ഇസ്മിയ. നാമവാക്യം വായിച്ച് മനസ്സിലാക്കാം. അതായത് ഇവിടെ 4 നാമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു സഹാബിയുൻ. അതെന്താണ് അർത്ഥം? അലി ഇബ്നു അബി താലിബ് ഒരു സ്വഹാബിയാണ്. ഉമ്മുഹു ഫാത്തിമ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമയാണ്. സൗജത്തുഹു ഫാത്തിമത്തു സഹ്റ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമത്തുൽ സഹ്റ ആണ്. ഹിയ ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മകളാണ്. അതായത് ഫാത്തിമ സഹ്റ എന്ന് പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇസ്മും ഫീലും.
അപ്പോൾ ആ ഇസ്മിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇസ്മ എന്ന് പറയുന്നത് നമ്മുടെ പേരുകൾക്ക് മാത്രമല്ല ഇസ്മ എന്ന് പറയുക. നമ്മൾ ഒന്നിനൊക്കെ ഇട്ടിട്ടുണ്ടോ ആ പേരുകളൊക്കെ ഇസ്മ എന്ന ഇതിലാണ് വരിക. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേര് മുഹമ്മദ്, ഫാത്തിമ, ഖദീജ, പിന്നെ അമാൻ, അല്ലെങ്കിൽ എന്താണ് റബിയ, സുലൈമാൻ, അങ്ങനത്തെ പേരുകളൊക്കെ ആണെങ്കിൽ, അങ്ങനത്തെ മറവ, ഹനാൻ, ഹയ്യൻ, അങ്ങനത്തെ പേര്, ഹംദാൻ, അങ്ങനത്തെ പേരുകളൊക്കെ ഇല്ലേ. അപ്പോൾ ആ പേരുകൾ മാത്രമല്ല ഇസ്മിലേക്ക് പോകുന്നത്. മറ്റെന്താണ്, ഒരു വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിന് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഇതും പേരാണ്. അപ്പോൾ ഇതായത് നമ്മൾ പൂന്തോട്ടം എന്നാണല്ലോ വിളിക്കുന്നത്, അതൊരു പേരിലാണ് പോവുക, ഇസ്മിലേക്കാണ് പോവുക. പിന്നെ വീട്, അതൊരു ഇസ്മാണ്. ബാഗ്, ബുക്ക്, അതൊക്കെ നമ്മളൊരു സാധനത്തിന് പേരിട്ട് വിളിക്കുന്നതാണ് അല്ലേ. അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇസ്മ എന്ന് പറയുന്നത്. വെറും പേരിന് മാത്രമല്ല ഇസ്മ എന്ന് നമ്മൾ പറയുക. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇതിൽ ഇസ്മ ജുംലത്തിൽ ഇസ്മിയനെ കുറിച്ചാണല്ലോ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ വായിച്ചല്ലോ. അലി ഇബ്നു അബി താലിബ് സഹാബി. അലി ഇബ്നു അബി താലിബ് ഒരു സഹാബിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വേർഡ് തുടങ്ങുന്നത് ഏതുകൊണ്ടാണ്? ജുംലത്തിൽ ഇസ്മയെ കൊണ്ടാണ് ഈ ഒരു വേർഡ് തുടങ്ങുന്നത്. അലി ഇബ്നു അബി ത്വാലിബ്, അലി എന്ന് തുടങ്ങുന്നത് ഒരു നാമം കൊണ്ടാണ് ഈ ഒരു വേർഡ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ജുംലത്തിൽ ഇസ്മിയാണ്. അടുത്തത് ഉമ്മുഹു ഫാത്തിമ. ഉമ്മുഹു ഉമ്മ അല്ലെങ്കിൽ ഉമ്മയുടെ, അതെന്താണ്? അതും ഒരു പേര് കൊണ്ടാണ് തുടങ്ങുന്നത്. ഫാത്തിമ എന്ന് മാത്രമല്ല ഉമ്മ എന്നുള്ളതും ഒരു ഇസ്മിലേക്കാണ് പോവുക. സൗജത്തുഹു, സൗജത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നുള്ളത് നമ്മൾ ഒരാൾക്ക് വിളിക്കുന്ന ഒരു ഇതാണ് അല്ലേ, പദവിയാണ്. അപ്പോൾ അതും ഇസ്മാണ്. അതും തുടങ്ങിയിട്ടുള്ളത് ഇസ്മ കൊണ്ടാണ്. അതിനെയും ജുംലത്തിൽ ഇസ്മി എന്നാണ് പറയുക. ഹിയ ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിയ ബിൻത്ത്. ഹിയ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ അവൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മകളാണ് അവൾ. അതും ഒരു ഇസ്മാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കാം. നുകമ്മിലിൽ ജുംല ബിവലിഹി കലിമത്തി മുനാസിബത്തി മിമ്മ ബൈനൽ കൗസൈൻ. അവിടെ തന്നിട്ടുള്ളത് എന്താണ്? ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് വാക്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നിട്ടുണ്ട് തിഫ്ല്, ജാലിസത്ത്, ലസീസ്, സയ്യാറത്ത്. തിഫ്ല് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, ജാലിസത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, ലസീസ് എന്ന് പറഞ്ഞാൽ രുചികരമായത്, അതായത് ടേസ്റ്റി. ബിൻത്ത് എന്ന് പറഞ്ഞാൽ ബിൻത്തല്ലോ, സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറാണ്. അപ്പോൾ അൽ ഡേഷ് ജദീദ, അൽ ഡേഷ് സൈറത്തൻ, അൽ ഡേഷു തആം, അൽ ഡേഷു ബിൻത്ത്. അപ്പോൾ ഇവിടെയൊക്കെ പൂരിപ്പിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണം എന്നുള്ളത് പ്രധാനമാണ്. അർത്ഥം അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂരിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജദീദത്തുൻ എന്നുള്ളത് എന്താണ്? ജദീദത്തുൻ എന്ന് പറഞ്ഞാൽ പുതിയത്. അപ്പോൾ അവിടെ വേണ്ടത് സയ്യാറത്താണ്. സയ്യാറത്തുൻ ജദീദത്തുൻ, കാറ് പുതിയതാണ്. അടുത്തതോ സഈറുൻ. സഈർ എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? അത്തിഫ്ലു സഈറുൻ, കുട്ടി ചെറുതാണ്. ഇനി അത്തൊഅമു, അത്തൊഅം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. അത്തൊഅമു ലസീസൻ, ഭക്ഷണം രുചികരമാണ്. അൽ ബിൻതു ജാലിസത്തുൻ, പെൺകുട്ടി ഇരിക്കുകയാണ്. എവിടെ? അതങ്ങനെ പറഞ്ഞ അൽ ബിൻതു ജാലിസത്തുൻ, അങ്ങനെയാണ് അവിടെ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? കുട്ടി ചെറുതാണ്, പിന്നെയോ ഭക്ഷണം രുചികരമാണ്, കാറ് പുതിയതാണ്, പെൺകുട്ടി ഇരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം മാക്സിമം നിങ്ങൾ പഠിക്കണം. പിന്നെ പൂരിപ്പിക്കുമ്പോൾ ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 1ഉം 2ഉം നോക്കുക. ജദീദത്തുൻ സഈറുൻ എന്നുള്ളത് എന്താണ്? രണ്ടാമതാണ് വന്നിട്ടുള്ളത്. 3ഉം 4ഉം അത്ആമു ബിൻതു എന്നുള്ളത് നോക്കൂ. അത്ആമു ബിൻതു ഫസ്റ്റ് തന്നെയുണ്ട്. രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇപ്പുറത്തുള്ളത് നമ്മൾ ഒന്നാമത്തെ വാക്യമാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ 1ഉം 2ലും നമുക്ക് എന്താ പൂരിപ്പിക്കാനായിട്ടുള്ളത്? ഒരു ട്രിക്ക് ഇതാണ്. ഇതിൽ അല്ലെങ്കിൽ അൽ തുടങ്ങുന്ന വാക്യമായിരിക്കണം എവിടെ വരേണ്ടത്? 1ലും 2ലും ഫസ്റ്റ് വരേണ്ടത്. അൽ എന്നുള്ളത് അതിലേതാണുള്ളത്? അലിഫ് ലാം തുടങ്ങുന്നതാണ് സെൻറ്റൻസ് തുടക്കമുണ്ടാവുക. വാക്യത്തിൻ്റെ തുടക്കം അലിഫ് ലാമിലാണ് തുടക്കം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിലായിരിക്കാം തുടക്കം. അപ്പോൾ ഇവിടെ നമുക്ക് അലിഫ് ലാമിലാണ് തുടക്കം വേണ്ടത് 1ഉം 2ലും. അപ്പോൾ അലിഫ് ലാം ഏതിലൊക്കെയാണുള്ളത്? തിഫ്ലിലും ഉണ്ട്, സയ്യാറത്തിലും ഉണ്ട്.
അപ്പോൾ അതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അത് അലിഫ് ലാം ഉള്ളത് അലിഫ് ലാം തിഫ്ലുണ്ട് സയ്യാറത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അത് രണ്ടിലേതോ അത് രണ്ടുമാണ് ഇതിൽ വരേണ്ടത്. പക്ഷേ എവിടെയാണെന്ന് ഒന്നിൽ രണ്ടിൽ എവിടെയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ജദീദത്തുൻ എന്ന് പറഞ്ഞാൽ ഹാത്തായാണ് ലാസ്റ്റ് ഉള്ളത്. അതെന്തായാലും അതിൻ്റെ കൂടെ എന്തായിരിക്കും? ഹാത്ത വരുന്ന ഒരു പദം തന്നെയായിരിക്കും അതിൻ്റെ കൂടെയും ഉണ്ടാവുക, അതിൻ്റെ കൂടെയും വരേണ്ടത്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഇവിടെ മുകളിൽ ഹാത്ത വരുന്നത് എവിടെയാണുള്ളത്? സയ്യാറത്തിലുണ്ട് അല്ലേ? അപ്പോൾ സയ്യാറത്ത് ജദീദത്തുൻ. പിന്നെ സയ്യറിന് അത്തിഫിലു അവിടെ കൊടുക്കാം. അലിഫ്ലാം ഉള്ളത് സയ്യറുൻ, അത്തിഫിലു സയ്യറുൻ. ഇനി ഇപ്പുറത്ത് വന്നാൽ അത്താമു അൽബിന്ത്. ഇതിൽ അലിഫ്ലാമിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആദ്യ അലിഫ്ലാമാണ് ഉള്ളത്. ഇനി അതിൽ ജാലിസത്താണോ ലസീസാണോ അവിടെ വേണ്ടത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ജാലിസത്ത് ഹാത്ത വരുന്നത് എന്തായാലും ഒരു പെണ്ണുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. അപ്പോൾ അൽ ബിന്തു ജാലിസത്തുൻ. ബിന്ത് പെൺകുട്ടിയാണ്, അപ്പോൾ ജാലിസത്ത് ഹാത്ത വരുന്നത് കൊണ്ട് അവിടെ കൊടുക്കാം ജാലിസത്ത്. പിന്നെ ആമു ലാസ്റ്റിന് ബാക്കിയുള്ളത് ലസീസാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയണം. എന്നാലും അഥവാ മറന്നുപോയാൽ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ നോക്കാം നുതർജിം. നുതർജിം എന്ന് പറഞ്ഞാൽ അറബി മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അൽ ബുസ്താനു ജമീലൻ. ബുസ്താൻ നമ്മൾക്ക് അറിയാം എന്താണ്? പൂന്തോട്ടം. ജമീലൻ എന്ന് പറഞ്ഞാൽ മനോഹരം. പൂന്തോട്ടം മനോഹരമാണ്. അൽ കിതാബു ജദീദുൻ. ജദീദ് നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ജദീദത്തുൻ കൊടുത്തത് പെണ്ണിൻ്റെ അവിടെ വരുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ ജദീദുൻ പുതിയതാണ്. അൽ കിതാബു ജദീദുൻ. അൽ കിതാബ് ജദീദ് എന്ന് പറഞ്ഞാൽ പുസ്തകം പുതിയതാണ്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ബൈഹാട്ട് തന്നെ പഠിക്കുക. ഇനി താഴെയായിട്ട് ഏകവചനവും ബഹുവചനവും പഠിക്കാനാണ്. ഖലീഫ, ഖുലഫാ, തിഫ്ല്, അത്ഫാൽ. ഖലീഫയുടെ ജമ്മാണ് ഖുലഫാ. ഖലീഫ എന്ന് പറഞ്ഞാൽ ഖലീഫ ഒരാൾ, ഖുലഫ ഖലീഫമാർ, തിഫ്ല് കുട്ടി, അത്ഫാൽ കുട്ടികൾ. അപ്പോൾ ഒന്നും ഒന്നിൽ കൂടുതലും, അതാണ് അതിൻ്റെ ജമ്മ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇസ്മിൻ്റെ അതായത് ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ജുംലത്തുൽ ഇസ്മിയാണല്ലോ. അപ്പോൾ അതൊന്നും കൂടി ഞാൻ വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ജുംലത്തുൽ ഇസ്മിയ? ഇസ്മ കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിനാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. പിന്നെ ഫീലിയ പഠിക്കാനായിട്ടുണ്ട്. ഫീല് കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിനാണ് ജുംലത്തുൽ ഫീലിയ. അത് അടുത്ത പാഠത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ജുംലത്തുൽ ഇസ്മിയ നോക്കാം. ഇവിടെ നോക്കൂ. അലിയസ് ആബി, അൽ കിതാബ് ജദീദ്, അൽ ബുസ്താൻ ജമീൽ, അത്തിഫ്ല് സയർ, അൽ ബിന്തു ജാലിസ. അലി, കിതാബ്, ബുസ്താൻ, തിഫ്ല്, ബിന്ത് ഒക്കെ എന്താണ്? ഒരു ഇസ്മാണ് അല്ലേ? അലി ഒരു സഹാബിയാണ്. അതിൽ അലി എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്. കിതാബ് പുസ്തകം എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്. നമ്മളിപ്പോൾ പുസ്തകത്തിന് നമുക്ക് ഇടുന്ന പോലെ ഒരു പേര് അതിനിട്ട് കൊടുത്തതാണ് അല്ലേ? അതാണ് പുസ്തകം. ബുസ്താൻ പൂന്തോട്ടം, തിഫ്ല് കുട്ടി, ബിന്ത് പെൺകുട്ടി. ഇതൊക്കെ എന്താണ്? ഇസ്മു കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണ സഹിതം നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇവിടെ നോക്കൂ. നക്രൗൽ ആയാത്തി ഥാലിയ വനക്തഷിഫു മിൻഹൽ ജുംലത്തുൽ ഇസ്മിയ വനഹുത്തു തഹ്തഹ. താഴെ തന്നിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് നമ്മളോട് ജുംലത്തുൽ ഇസ്മിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ആയത്താണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വസക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ബൽ തുഹ്സിറൂനൽ ഹയാത്ത ദുനിയ. നിങ്ങൾ ഈ ലോക ജീവിതത്തോയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വൽ ആഹിറത്തു ഹൈറുൻ വ അബ്ക. പരലോകമാണ് കൂടുതൽ ഉത്തമവും ശാശ്വതവുമാകുന്നത്. നമുക്കിതിൽ ഏതാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് നോക്കാം. വസക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. അസ്കർ ഫീലാണ്. ഫീല് കൊണ്ടാണ് തുടങ്ങുന്നത്. അതിനാൽ ഇത് ജുംലത്തുൽ ഇസ്മിയ അല്ല. ഫീല് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് അത് ജുംലത്തുൽ ഇസ്മിയ അല്ല. ജുംലത്തുൽ ഇസ്മിയ ആവണമെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങണം? ഇസ്മ കൊണ്ട് തുടങ്ങണം. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. ഇത് തുസിറൂന കൊണ്ടാണ് തുടങ്ങുന്നത്. ബൽ തുസിറൂന അത് ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ അതും ജുംലത്തുൽ ഇസ്മിയ അല്ല. വൽ ആഹിറത്തു ഐറ വാബുക. ആഹിർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നത്. അതിനാൽ ഇതാണ് ജുംലത്തുൽ
ഇസ്മിയ വലായറ ത്വഹൈറ അബുക്ക. ഒരു വാക്യം കൊണ്ടാണ് ഒരു ഇത് തുടങ്ങുന്നതെങ്കിൽ അത് ജംലത്തുൽ ഇസ്മിയ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നസ്മഉൽ ഹിബാറത്ത താലിയ, താഴെയുള്ളത് പൂരിപ്പിച്ചിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ താഴെയായിട്ട് അമ്മ, സയ്യിദു, സയ്യിദ, ഷബാബ്, തിഫ്ല് ഇതിൻ്റെ അർത്ഥവും അറബിയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക. അത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത്. ജമ്മു പഠിക്കാനുണ്ട്, പിന്നെ ജുംലത്തുൽ ഇസ്മിയയും കൂടെ നന്നായിട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ് 5 ഫിഖ്, താരീഖ്, ദുറൂസ്, ലിസാന്, തദ്രീബ് എല്ലാത്തിൻ്റെയും പാഠങ്ങളുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിക്കേണ്ട പാഠങ്ങൾ ഞാനിങ്ങനെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ക്ലാസ് 5 ലിസാനിലെ ഫസ്റ്റ് പാഠവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.